ഇന്ന് എന്താണ് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് പൊന്നം ഇവിടെ വരുമ്പോൾ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എന്തായാലും രമ്യ ചേച്ചിയുടെ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഇന്ന് കുറച്ച് പാട്ടുകാരെ കൊണ്ടുവരികയാണ്. പക്ഷെ ഞാൻ ഈ കൊണ്ടുവരുന്ന പാട്ടുകാരെയൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് കണ്ടും ആസ്വദിച്ചും അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളാണ്. ഇവരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. ഇവിടെ ഒരു LED വാൾ നമുക്ക് കാണാം. ഈ LED വാളിൽ ഇങ്ങനെ ഓരോ പിക്ചറായിട്ട് അവരിങ്ങനെ വരും, ഒരു പാട്ട് പാടും. ഇങ്ങനെയായിരിക്കും അപ്പോൾ പാട്ടൊന്ന് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കയ്യടിയിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ എന്തായാലും അവർ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി മിമിക്രിയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഒരു നിരൂപകനെയൊക്കെ പോലുള്ള ചർച്ചകളിലൊക്കെയാണ് കൂടുതൽ പങ്കെടുക്കുന്നത്. നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട രമേശ് ഏട്ടൻ. ഇപ്പോൾ രമേശ് പിഷാരടി, രമേശ് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പുണ്യത്തെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എനിക്കിങ്ങനെ ഇവിടെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത്, പണ്ട് ഞാനും ധർമ്മനും ഒരു 20 വർഷം മുമ്പ് പുണ്യത്തെ ഇങ്ങനെ ഒരു അംഗം വെട്ടാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും അംഗം വെട്ടി നാട്ടുകാരെല്ലാവരും കൂടെ ഞങ്ങളെ അവസാനം വെട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോൾ അവിടെ ഇരിക്കുന്നൊരു ചേച്ചി എന്നെ നോക്കി കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് നോക്കണം എന്നുണ്ട്. വെറുതെ പുതിയൊരു അംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെയായിരിക്കും നമ്മുടെ രമേശ് ഏട്ടൻ സംസാരിക്കും. അപ്പോൾ ഞാനിനി വേറൊരു കാര്യം, നിങ്ങൾക്ക് എത്ര കണക്റ്റ് ആവുമോ എന്നെനിക്കറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് നിരൂപണങ്ങളും സിനിമ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലും പറഞ്ഞിരുന്ന ഒരാളുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഗോപകുമാർ സാറ്, നമ്മുടെ കണ്ണാടി പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഗോപകുമാർ സാറ്. അന്നൊക്കെ അദ്ദേഹം വന്നിരുന്നിട്ട് പറയും, നമസ്കാരം, എല്ലാവർക്കും കണ്ണാടിയിലേക്ക് സ്വാഗതം. ഷംസീർ ഇവിടെ അണിഞ്ഞുരുങ്ങി വന്നിട്ടുണ്ട് പുണ്യതങ്കത്തെ പരിപാടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും റിവ്യൂ പറയുക കളരിയുടെ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് കാലം മാറി. നമ്മൾ വനിതാ വിനീത തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഗോപകുമാർ സാറിനെ പോലുള്ള ആളുകളെയൊന്നുമല്ല. ആരാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പോൾ ആരൊക്കെയാണ് നമ്മൾ റിവ്യൂ പറയുന്നത്? ആരാ? ആറാട്ടണ്ണൻ. അതെ, അപ്പോൾ ആറാട്ടണ്ണൻ റിവ്യൂ ഇവിടെ പൊന്നിയന്തകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ആ ചേച്ചി ഞാൻ കണ്ടണ്ട, ആ ചേച്ചി വന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, പൊന്നിതങ്കം ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു പരിപാടിയാണ്, ആറാട്ടുകയാണ് പൊന്നിതകത്ത്. ഇവിടെ എല്ലാവരും പറയണ്ട, ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. അലിൻ ജോസ് പെരേരൊക്കെ എന്നോട് അസൂയ ആയതുകൊണ്ട് അങ്ങനെ പറയും. പൊന്നിയത്തങ്കം ഈസ് എ വെരി മാർവലസ് ആൻഡ് ഫാബുലസ്, സത്യമേവ ജഗതേ ജഗം അല്ലേ, അങ്ങനെയല്ലേ? ഇങ്ങനെയൊക്കെയുള്ള റിവ്യൂ ആർട്ടിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ പണ്ടൊക്കെ വാണിയമ്മയുടെയൊക്കെ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ തുറക്കുമ്പോൾ വരും, ആരാണ്? നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായ പാട്ടുകാരിയും ബിഗ് ബോസ് താരമൊക്കെ ആയിരുന്നു ജാൻമണി. എങ്ങനെയാണ് ജാൻമണി പാടുന്നത്? എന്ത് സ്വപ്നം അല്ല, എനിക്ക് അതല്ല എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് മുന്നേയൊക്കെ വന്നൊരു താരം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഏറ്റവും പോസിറ്റിവിറ്റിയോടുകൂടി നമ്മൾ കാണുന്നൊരു മനുഷ്യരാണ്. ഇതിനൊക്കെ തുടക്കമായി നമ്മൾ ആദ്യം കണ്ട ഒരാളാണ്. ആരാണ്? ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫാൻസ് ഉണ്ടോ? സന്തോഷ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ പറയും. അല്ല പൊന്നിത്തങ്കം വേറെ ലെവലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള കലാപൂർണമായ കാര്യങ്ങൾ നമ്മൾ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്യണം. അതെ ആ വെള്ള ടോപ്പിട്ട പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഞാനിങ്ങനെ നിമിഷ നേരത്തിൽ പാട്ട് പാടുന്ന ഒരാളാണ്, നിമിഷ കവിയാണ്. പൊട്ടി മഴയിൽ നിന്റെ മുടി അഴകിൽ, പൊട്ടി മഴയിൽ. പാട്ട് പാടുന്ന എല്ലാവർക്കും പ്രാന്താണെങ്കിൽ ആദ്യം ചങ്ങലക്കെടുത്ത യേശുദാസിനായിരിക്കണം. ഞാൻ പാടും. പാട്ട് പാടുന്നവർക്ക് ഭ്രാന്താണെങ്കിൽ അത് യേശുദാസിനെ ചങ്ങലക്കിടണം എന്നാണ് പുള്ളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്കൊട്ടും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്ന പഴയ കുറച്ച് താരങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ നാളെ അങ്ങനെയുള്ള ആളുകളൊക്കെ പറ്റി. അപ്പോൾ ഇന്ന് ഇവിടെ വരുമ്പോൾ, കാരണം നമ്മളൊക്കെ മനസ്സിലൊരു നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറച്ച് താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിലുണ്ടായിരുന്നു. വേറെ ആരുമല്ല, പണ്ട് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെല്ലാവരും കോരിത്തെറിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട NN പിള്ള സാറ്.
NN പിള്ള സാർ, അങ്ങനെ ഒരു 2-3 പേരെ നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ NN പിള്ള സാറ് പണ്ട് നമ്മുടെ ഗോഡ് ഫാദറിലൊക്കെ നമുക്ക് ഹരം കൊള്ളിച്ചൊരു ഡയലോഗാണ്, ഇങ്ങനെയാണ്: മറക്കണോ, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയുന്നത് എൻ്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല, എൻ്റെ വാരാമൻ കല്യാണം കഴിച്ചില്ല. നീ പറയുന്ന നുണയാണെങ്കിൽ 500 2 മക്കളേ ഉള്ളൂ. നീ പറയുന്ന നേരാണെങ്കിലും 500 2 മക്കളേ ഉള്ളൂ. പകരം കൊല്ലുന്നത് നിന്നെയായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ 500 സാറിൻ്റെ ഇന്നത്തെ ഒരു സംസാരവും കാര്യവും. ഇനി എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു താരമുണ്ട്, വേറെ ആരുമല്ല, പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം ലാലേട്ടനെ മറന്നു പോകും. അത്തരത്തിലുള്ളൊരു ഡയലോഗുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൈയടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രജ സിനിമയിലെ നമ്മുടെ NF വർഗീസ് സാറിന് ഇങ്ങനെയായിരിക്കാം: അപ്പൊ പറഞ്ഞു കേട്ടത് ശരിയാ, ആളിത്തിരി ഹറാമ്പരപ്പ, ഇത്തിരി റഫാതാൻ അല്ലടോ. ദാണ്ടേ ഇനി നിന്നോട് അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് 5.25 പെഗിന്റെ ജോണി വാക്കറിന്റെ വാറല്ല, സാക്ഷാൽ ലാഹേളു വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ ക്യാബിനറ്റ് ഓഫ് ദ സെക്കൻഡ് കമാൻഡ്. ദോലോകം നാറി, നീ ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ മീശയെടുത്ത് പിരിച്ചു വളച്ച് മോളോട്ട് വെച്ചാ അത് കണ്ട് പേടിക്കുന്ന നേതാക്കന്മാരും മന്ത്രിമാരും ഉണ്ടാവും അങ്ങ് ബോംബെയിൽ. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് കാർ ഓടിച്ച് ഇവിടം വരെ വന്നതേ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ, കേട്ടോടാ. ഇങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ അവിടെ ഏതൊരു കൊച്ചുകുട്ടി ലാലേട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനെ കൂടെ ചെയ്തിട്ട് ഞാൻ പോവാണ്. വേലായുധൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജോസ് സാർ സംവിധാനം ചെയ്ത പടത്തിലെ വേലായുധൻ ഇങ്ങനെ സംസാരിക്കും: കാണുന്ന പുഴയാ സാറേ വേലായുധന്റെ അമ്മ. വിശന്നപ്പോ എല്ലാം മൂട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. കണ്ടില്ലേ സാറേ, വേലായുധനെ യാത്ര അയക്കാൻ പൊന്നിയത്തുള്ള എല്ലാരും എത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന കുട്ടിയാണെന്ന് അത് ലീല കേളപ്പേട്ടന്റെ മുകളിൽ ലീല. വേലായുധന് നേരെ നിന്ന് തല്ലാനുള്ള ചങ്കുറപ്പായിട്ടുണ്ട്. ഈ പണിയടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.